ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിലെ ഫോർത്ത് എക്സ്പെരിമെന്റിലെ സർക്കുലർ ക്യൂ ആണ്. ഈ ക്യൂ ആൾറെഡി ഞാൻ തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സർക്കുലർ ക്യൂ. ഡി ക്യൂ അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സർക്കുലർ ക്യൂ ആണ്. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സർക്കുലർ ക്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്യൂ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ ക്യൂവില് ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്ക് ഞാനിപ്പോൾ ആദ്യം ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർക്കുലർ ക്യൂയിലേക്ക് കയറാം. ഇപ്പം നമ്മളൊരു ക്യൂ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ മാക്സിമം സൈസ് 5 ആണ്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ദ ക്യൂ ഈസ് എം ടി ആണ്. എം ടി ടൈമിൽ നമ്മൾ റിയറും ഫ്രണ്ടും ആർ ഫോർ റിയർ ആൻഡ് എഫ് ഫോർ ഫ്രണ്ട്, ഇത് രണ്ടും നമുക്കറിയാം ഇനീഷ്യലി -1ലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് നമ്മൾ ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി ചെയ്യുന്ന കാര്യം. ഇനി അതിനകത്തേക്ക് 5 എലമെന്റ്, ഇത് 5 ആണ് ഇതിന്റെ ടോട്ടൽ സൈസ്. n=5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ സൈസ് 5. 5 ലൊക്കേഷനിൽ ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ 5 എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ടിന്റെ പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് എലമെന്റ് വരുന്ന സമയത്ത് ആറും എഫും -1 ആയതുകൊണ്ട് ആറിന് എഫിനെ നേരെ 0യിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ആറ് ഓരോ എലമെന്റ് വരുന്തോറും ഇൻക്രിമെന്റ് ചെയ്ത് റിയർ ഇൻക്രിമെന്റ് ചെയ്ത് ഫ്രണ്ട് അവിടെ തന്നെ ഫസ്റ്റ് എലമെന്റിൽ തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഇതിനകത്ത് 5 എലമെന്റ് ഉണ്ടെങ്കിൽ 5 എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയർ ഈസ് മൂവിങ് ടു ദ എൻഡ് ഓർ മാക്സിമം ലിമിറ്റ്. അതാണ് നമ്മുടെ നോർമൽ ക്യൂ. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ നമ്മൾ പീസ്ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഈസ്ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ 6 മാക്സിമം -1 എത്തിയോ എന്നാണ് നോക്കുന്നത്. r = ഇവിടെ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ n-1 അപ്പൊ ഇനി ഇതിനകത്തോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. എഫ് എന്ന് പറയുന്നത് 0-ലും r എന്ന് പറയുന്നത് -1-ലും ആയിരിക്കും. ഇപ്പം r എന്ന് പറയുന്നത് 4-ലും ആയിരിക്കും ഇതിപ്പം നിൽക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് എലമെന്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് ക്യൂ ഫുൾ ആയതുകൊണ്ട് ഇതിനകത്ത് എലമെന്റ് ഇനി പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഫുൾ കണ്ടീഷൻ ഓൾവേസ് ട്രൂ ആണ്. ഇനി ഇതിനകത്ത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എഫ് നമ്മൾ നേരത്തെ ഇവിടെയാണ് ഇരുന്നത്. എഫ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. എം ടി കണ്ടീഷൻ നിങ്ങൾക്കറിയാം എഫും ആറും -1-ലോ ആണോ ഇരിക്കുന്നതെന്ന് നോക്കും. അല്ലെങ്കിൽ ഫ്രണ്ട് റിയറിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് രണ്ട് കണ്ടീഷനാണ് നമ്മൾ നോർമൽ ക്യൂവില്, ട്രഡീഷണൽ ക്യൂവില് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ. അത് തന്നെയാണ് ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിഷ്യലി ഇത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എം ടി ആണെങ്കിൽ എഫും ആറും -1-ലാണോ നോക്കും. എഫ് ആർ -1-ലല്ല. അപ്പം ആ എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ എഫ് വിൽ മൂവിങ് ടുവേർഡ്സ് അഡ്വാൻസ് വൺ ലൊക്കേഷൻ അല്ലെ. അപ്പോൾ എഫ് തൊട്ടടുത്ത ലൊക്കേഷൻ F1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ അടുത്ത എഫ് ഇവിടെ ആയിരിക്കും വരുന്നത്. അതിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ എഫ് അടുത്ത പോയിന്റ് ചെയ്യുന്നു. അതിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ എഫ് ഇതിനെ 2-ലെ പോയിന്റ് ചെയ്യും. അതിനെ റിമൂവ് ചെയ്യണം. നമ്മൾ 4 എലമെന്റിനെ അങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ എഫ് വിൽ മൂവ് ടു ദ ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ആർ. ആറും എഫും ഒരേ ഇൻഡെക്സ് പൊസിഷൻ, അതായത് ലാസ്റ്റ് ഇൻഡെക്സിലേക്ക് നിൽക്കുന്നു. അതാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 3, 5, 7, 2 എന്ന് പറയുന്ന ഈ 4 എലമെന്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് എഫും ആറും ഫ്രണ്ടും റിയറും ഒരേ ഇൻഡെക്സ് ലൊക്കേഷൻ, ലാസ്റ്റ് ഇൻഡെക്സ് ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു അസംഷനാണ്. Now the queue is holding only one element. ഈ ക്യൂവില് ആക്ച്വലി ഇപ്പൊ 1 എലമെന്റ് മാത്രമേ ഇത് ഹോൾഡ് ചെയ്യണു. ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആവശ്യം കഴിഞ്ഞു റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം എഫും ആറും ഒരേ എലമെന്റിനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് ഇപ്പൊ നിലവിൽ ഈ ക്യൂവിലുള്ളൂ. നമ്മുടെ ഫ്രണ്ടും റിയറും ആ എലമെന്റിൽ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 5 എലമെന്റ്സ് ഉള്ള ഈ ക്യൂവിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 4 ലൊക്കേഷൻ ഫ്രീ ആണ് അല്ലേ. ആക്ച്വലി ഇതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിലും ബൈ ടെക്നിക്കലി
ഇതിനകത്ത് വാല്യൂ ഇല്ല, കാരണം നമ്മുടെ ഫ്രണ്ടും റിയർ മൂവ് ചെയ്ത് പോകുന്നു. ഇതിനകത്ത് വാല്യൂ ഇല്ല. അപ്പോൾ ഈ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈസ്ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഒറ്റ കണ്ടീഷനാണ്, വെദർ ആർ റീച്ചസ് ടു ദ മാക്സിമം ലിമിറ്റ് -1 മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ആണ്. 5 - 1 4 ആണ്. ആർ അതായത് റിയർ പോയിന്റിംഗ് ടു മാക്സിമം ലിമിറ്റ് -1 ഓർ റിയർ ഈസ് പോയിന്റിംഗ് ടു n-1 ആണെന്ന് നോക്കുന്നത്. If trying to insert a new element in the queue, the algorithm check whether the queue is full or not. The queue full ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ r is n-1. rന്റെ വാല്യൂ n is 5, 5 - 1 4 ആണെന്നാണ് ആദ്യം ചെയ്യുന്നത് at first. If the condition is false, allowed to insert a new element in the queue. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ മാത്രമേ പുതിയ എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് പ്രസന്റ് സിൻസ് r is equal to 4, r എന്ന് പറഞ്ഞാൽ n-1 ആണ്, അതാണ് 4, n-n 5, 5 - 1 4. സിൻസ് r is 4, the condition is true. r 4 ആയതുകൊണ്ട് ദാറ്റ് മീൻസ് the queue നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് queue is full എന്ന് വരും. അത് കണ്ടീഷൻ is true. ആ കണ്ടീഷൻ ഫാൾസ് അല്ല, കണ്ടീഷൻ ട്രൂ ആണ്. സിൻസ് r is equal to n-1 ആണ്. So can't be able to insert a new element in the queue. Even 4 locations are vacant. ഇതിന് മുന്നോട്ടുള്ള 4 ലൊക്കേഷൻ വേക്കൻ്റ് ആയിട്ടും നമുക്ക് വരുന്ന ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ആൻസർ അല്ലെങ്കിൽ ക്യൂ റിട്ടേൺ ചെയ്യുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഫുൾ എന്നാണ്. ആക്ച്വലി ഇതിനകത്ത് 4 ലൊക്കേഷൻസ് വേക്കൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ക്യൂ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ക്യൂവിന് ഉണ്ട്. അപ്പോൾ ഇത് ഓവർകം ചെയ്ത് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ടെക്നിക്കായ സർക്കുലാർ ക്യൂ കൊണ്ടുവന്നത്. അപ്പോൾ വാട്ട് ഈസ് സർക്കുലാർ ക്യൂ? A circular queue is also a linear data structure that follows the first in first out principle. അപ്പം ക്യൂവിൽ അതുപോലെ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് സർക്കുലാർ ക്യൂവും. അതും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്, പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ബട്ട് what is the difference between the circular queue and the normal queue is but connect the last position back to the first, forming a circle. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ 0 1 2 3 4 ഇതാണ് ലാസ്റ്റ്. ഈ ലാസ്റ്റ് പൊസിഷനെ നേരെ തിരിച്ച് ഫസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് 0 1 2 3 then 4 കഴിഞ്ഞിട്ട് വീണ്ടും 0യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദിസ് വിൽ ഫോം എ സർക്കിൾ. മനസ്സിലായില്ല? അപ്പോൾ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന് ഒരിക്കലും ഒരു എൻഡ് ഇല്ല. അപ്പം നമ്മുടെ നേരത്തെ ക്യൂവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ക്യൂവിൽ ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്യൂവിൻ്റെ വിഷയം. ആ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എൻഡ് പോയിന്റിനെ പിടിച്ച് ബിഗിനിങ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫോം എ സർക്കിൾ. അപ്പോൾ സർക്കിൾ ഹാസ് നോ മാക്സിമം ലിമിറ്റ്. സർക്കിളിന് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല. ദ റിയർ പോയിന്റ് ഓഫ് ദ സർക്കുലർ ക്യൂ വിൽ നെവർ റീച്ച് ടു ദ എൻഡ്. അപ്പോൾ ഇതിൻ്റെ റിയർ എന്ന് പറയുന്ന ലൊക്കേഷൻ ഒരിക്കലും അതൊരു എൻഡിലേക്ക് എത്തത്തില്ല. കാരണം ഈ ലാസ്റ്റ് പൊസിഷനിൽ വീണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റിലോട്ടാണ്. ദാറ്റ് മീൻസ് ദ നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് ദ ലാസ്റ്റ് ഇൻഡെക്സ്. ഈ ലാസ്റ്റ് ഇൻഡെക്സിന്റെ, അതായത് ഈ ഇരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സിന്റെ നെക്സ്റ്റ് ലൊക്കേഷൻ വിൽ ബി ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദ ക്യൂ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ആറിന് ഇൻക്രിമെന്റ് ചെയ്താണ് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ക്യൂവിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ 6 ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം 6 എന്ന് പറഞ്ഞാൽ n-1ലേക്ക് എത്തി. അപ്പൊ n ആണ് മാക്സിമം -1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല.
പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ 6 ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സീറോയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതൊരു സർക്കുലാർ ഫോമിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ദിസ് ഫോം ഓഫ് ക്രിയേഷൻ ഓഫ് എ ക്യൂ ഈസ് കോൾഡ് ദ സർക്കുലാർ ക്യൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം ക്യൂവിന്റെ ഓപ്പറേഷൻസ് തന്നെയാണ് ഇതിനകത്ത് ക്യൂ സർക്കുലാർ ക്യൂവിലും ഉള്ളത്. ബട്ട് അതിന്റെ എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഇതിനകത്തും പിന്നെ ഫുള്ള് ഈസ് എംറ്റി കണ്ടീഷൻസിലും ചെറിയ അൽഗോരിതത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കുലാർ ക്യൂ ആൻഡ് നോർമൽ ക്യൂ. മനസ്സിലായോ? അപ്പൊ ഇതാണ് സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സർക്കുലാർ ക്യൂ യൂസിങ് അറേ ബിഗിൻസ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ആൻ അറേ. ഒരു അറേ വെച്ചിട്ട് തന്നെയാണ് സർക്കുലാർ ക്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൾസോ ഇനിഷ്യലൈസ് 2 വേരിയബിൾസ് ഫ്രണ്ട് ആൻഡ് റിയർ വിത്ത് -1. ഇതിനകത്ത് ഫ്രണ്ടും റിയറും ഉണ്ട്, അതും -1ലാണ് ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദ ക്യൂ ഈസ് എം ടി അറ്റ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓർ when it is created the queue will be empty. So to represent the queue as empty, we assigns -1 to front and rear pointers. അത് സർക്കുലാർ ക്യൂവിലും നോർമൽ ക്യൂവിലും സെയിം ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. Then the rear value represents the index up to which the value is stored in the circular queue. അപ്പോൾ റിയർ എപ്പോഴും ഇത് തന്നെയാണ്. ഏറ്റവും ലാസ്റ്റിൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന എലമെന്റ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് റിയർ. അപ്പൊ അതിൽ പോയിന്റ് ചെയ്തായിരിക്കും റിയർ എന്നുള്ള പോയിന്റർ നിൽക്കുന്നത്. ആൻഡ് ദ ഫ്രണ്ട് വാല്യൂ റെപ്രസെന്റ്സ് ദ ഇൻഡെക്സ് ഓഫ് ദ എലമെന്റ് ടു ബി ഡിലീറ്റഡ് ഫ്രം ദ സർക്കുലാർ ക്യൂ. ഫ്രണ്ട് നമ്മൾ നോർമൽ ക്യൂവിൽ തന്നെ ഏത് എലമെന്റിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ആ എലമെന്റിൽ പോയിന്റ് ചെയ്തായിരിക്കും ഫ്രണ്ട് നിൽക്കുന്നത്. ദ മാക്സിമം സൈസ് ഓഫ് ദ സർക്കുലാർ ക്യൂ ഈസ് n. നമ്മൾ n എന്നുള്ള അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. മാക്സിമം സൈസ് ഒന്ന് n എന്നുള്ള ശരി. ദെൻ ഇനി നമുക്ക് ക്യൂവിന്റെ ഓപ്പറേഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് എൻ ക്യൂ, സിമിലർ ടു നോർമൽ ക്യൂ. എൻ ക്യൂ മീൻസ് ഇൻസേർട്ട് എ ന്യൂ എലമെന്റ് ടു ദ ക്യൂ. ഇൻ ദിസ് ക്യൂ ദിസ് ഈസ് എ സർക്കുലാർ ക്യൂ. ഒരു പുതിയ എലമെന്റ് ഇൻസർട്ട് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എൻ ക്യൂ, ഒരു ക്യൂവിലേക്ക് ഇൻസർട്ട് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എൻ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് നോക്കാം. എന്താണ് കണ്ടീഷൻ? ഈ ഫ്രണ്ട്, അതായത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് വെച്ചു. അപ്പൊ ഇത് ഒരു ഡെമോ കാണിച്ചു. ഈ ക്യൂവിന്റെ ഇൻഡെക്സ് പൊസിഷൻസ് ആണ് 0, 1, 2, 4 എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ ക്യൂ ആണ്, സർക്കുലാർ ക്യൂ ആണ് ഇതിരിക്കുന്നത്. ഈ ക്യൂവിൽ എലമെന്റ് ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇനിഷ്യൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും റിയറും -1ലാണ് ഇരിക്കുന്നത്. ഇത് 0 ആണ്. അപ്പൊ ഈ പൊസിഷനെ ഞാൻ -1 എന്ന് അസൈൻ ചെയ്യാണ്. അപ്പൊ ഈ എന്തായാലും ഈ ലൊക്കേഷനിലൊന്നും അല്ല ഇരിക്കുന്നത്, എന്റെ -1 ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യൂ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ക്യൂവിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യൂ ഫുൾ ആണോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇത് ക്യൂ ഫുൾ ആണെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് ഫുൾ വാല്യൂസ് ഇരിക്കുകയാണ്. ഈ വാല്യൂസ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന അപ്പൊ ഫുൾ കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ, കാരണം മറ്റതുപോലെ അല്ല, ഇതിനകത്ത് n-1 അല്ല കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഫുൾ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ഒരു എലമെന്റ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ്, ഫുൾ അല്ല എന്ന് വെച്ചു. ഇത് ഫുൾ അല്ലല്ലോ, ഇത് എം ടി ആണെങ്കിൽ ഇതിന്റെ എൽസ് പാർട്ടിൽ വരും ഈ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1. അതാണ് ഇതിന്റെ എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1, വേണമെങ്കിൽ റിയർ ഇസ് ഈക്വൽ ടു -1 നോക്കാം. നമുക്കിത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1 മതി. അപ്പൊ ഈ ഫ്രണ്ട് -1ലാണോ? അപ്പൊ നമുക്കറിയാം ഇനിഷ്യലി -1ല് ഫ്രണ്ടിനെയും റിയറിനെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണ്, ഇത് എം ടി ആണ്. എഫ് -1ലാണെങ്കിൽ ദാറ്റ് മീൻസ് ദ സർക്കുലാർ ക്യൂ ഈസ് എം ടി ആണെങ്കിൽ ഫ്രണ്ടിനെ 0യിലേക്ക് അസൈൻ ചെയ്യുക. അപ്പൊ ഫ്രണ്ട് ഇവിടെ നിന്ന് മാറി ഇവിടേക്ക് വരുന്നു. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്. -1 ആയതുകൊണ്ട് ഫ്രണ്ട് ഇവിടെ വന്നു. ഇത് ഇൻഡെക്സ് പൊസിഷൻ ആണ്, വാല്യൂ ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്.
ദെൻ ആ കണ്ടീഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഫ്രണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഇത് എഫിനെ 0 ആക്കി വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫെയിൽ ആവുന്നു. ദെൻ നടക്കുന്നത് ഇതിന്റെ എൽസ് കണ്ടീഷനിലല്ല, ഇത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാം. റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ് എൻ. റിയറിനെ റിയർ പ്ലസ് 1 മോഡുലസ് എന്നിലേക്ക് എൻ ചെയ്യുന്നു. ഇത് എന്തിനാണ് ചെയ്യുന്നത് പറഞ്ഞാൽ, സപ്പോസ് ഈ റിയർ -1 ഇരിക്കുന്നത്. -1 പ്ലസ് 1 എത്രയാണ്? -1 പ്ലസ് 1 മീൻസ് ഇറ്റ് ഈസ് -1 പ്ലസ് 1 -1 പ്ലസ് 1. ഇതിന്റെ ആൻസർ -1 പ്ലസ് 1 എന്നുള്ള ആൻസർ 0 ആണ് വരുന്നത്. അറിയാമല്ലോ, -1 പ്ലസ് 1, അതായത് 6 -1 പ്ലസ് 1 മോഡുലസ് ഓഫ് n ഇസ് ഈക്വൽ ടു ന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 5 ആണ്. n ഇസ് ഈക്വൽ ടു 5, അതായത് റിയർ -1 പ്ലസ് 1 മീൻസ് 0 മോഡുലസ് 5. 0 മോഡുലസ് 5. മോഡുലസ് ഓപ്പറേഷൻ ഈസ് ടേക്കിംഗ് ദ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഡിവിഷൻ കഴിഞ്ഞിട്ട് റിമൈൻഡർ വരുന്നത്. നമുക്ക് ഇൻഡിവിസിബിൾ ആയിട്ട് വരുന്ന റിമൈൻഡർ വരും. ആ റിമൈൻഡർ ആണ് മോഡുലസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അതായത് 0 മോഡുലസ് ഓഫ് n 0 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് 0യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പം ന്റെ വാല്യൂ നേരെ 0യിലേക്ക് വരുന്നു. 6 ഇവിടുന്ന് നേരെ 0th ഇൻഡെക്സിലേക്ക് വരുന്നു. 6 ഇവിടേക്ക് വരുന്നു. Then insert an element at the rear index. ഈ റിയർ ഇൻഡെക്സ് പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഞാനിപ്പോൾ 3 ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് വീണ്ടും ഒരു എലമെന്റ് വരികയാണ്. ഈ എലമെന്റ് വരുന്ന സമയത്ത് ഫുൾ ആണോ നോക്കും, ഫുൾ അല്ല. ഫുൾ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഫുൾ എന്താണെന്ന് നോക്കും, ഇല്ല എന്ന് നമ്മൾ അസൈൻ ചെയ്യാം. ഇല്ല, ഇതിനകത്ത് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അതിന്റെ എൽസ് പാർട്ടിൽ വരുന്നത് ഈ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ആക്ച്വലി -1 അല്ല, ഫ്രണ്ട് 0 ആയി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ ഫെയിൽ ആണ്, ഇത് എക്സിക്യൂട്ട് ഇല്ല. ദെൻ റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1. റിയർ ഇപ്പൊ ഇരിക്കുന്ന 0യിലാണ്. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1. മോഡുലസ് 1 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1 ആണ്. 1 മോഡുലസ് 5 എന്ന് പറഞ്ഞ ആൻസർ ഈസ് 1. മനസ്സിലായില്ലേ? കാരണം ഇതിനെ 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ടൈമാണ് ഡിവൈഷൻ നടക്കുന്നത്. അപ്പൊ ബാക്കി റിമൈൻഡർ 1 ആണ്. അപ്പൊ ആ 1 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 6 നേരെ വീണ്ടും ഇവിടുന്ന് നെക്സ്റ്റ് ലൊക്കേഷനിനകത്തോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. 6ന്റെ വാല്യൂ 1 ആയി. 6 ഇവിടേക്ക് വന്നു. ആ പൊസിഷനിലേക്ക് ഞാൻ അടുത്ത വാല്യൂ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അടുത്ത വാല്യൂ 5 ആണ്. 5 പ്ലേസ് ചെയ്തു. ദെൻ അഗെയിൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ അല്ല, 6 -1, ഫ്രണ്ട് -1 അല്ല, റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1. റിയർ വീണ്ടും ഇവിടുന്ന് അടുത്തയിലേക്ക് പോകുന്നു. റിയർ പ്ലസ് 1 2 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ അത് 0 ടൈമാണ് ഡിവിഷൻ നടക്കുന്ന, റിമൈൻഡർ 2. അപ്പം 6 നേരെ ഇതിലേക്ക് വരുന്നു. അവിടേക്ക് അടുത്ത എലമെന്റ് പ്ലേസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ കണ്ടീഷനിൽ വരുന്നു. 6 ഇസ് ഈക്വൽ ടു r പ്ലസ് 1 മോഡുലസ്. r പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 3 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ 0 ഡിവിഷനെ നടക്കുകയുള്ളൂ. അപ്പൊ റിമൈൻഡർ 3 ആയിട്ട് വരും. അപ്പൊ 6 നേരെ 3യിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ അടുത്ത നമ്പറിനെ പ്ലേസ് ചെയ്യുന്നു. അഗൈൻ വീണ്ടും അടുത്ത് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. 9 എന്ന് പറഞ്ഞ നമ്പറിനെ ഇൻസേർട്ട് ചെയ്യും. വീണ്ടും ഫുൾ ആണോ നോക്കും, അല്ല, ഇതിനകത്ത് സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ അടുത്ത് r ഇസ് ഈക്വൽ ടു r പ്ലസ് 1. r എന്ന് പറഞ്ഞാൽ 3യിലായിരിക്കും. 3 പ്ലസ് 1 4 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ 4 തന്നെയാണ്. അപ്പൊ 6 നേരെ 4ലേക്ക് വരുന്നു. അവിടെ ഞാൻ 9 എന്ന് പറഞ്ഞ നമ്പർ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അഗെയിൻ ഇൻസേർട്ട് ന്യൂ എലമെന്റ്. അഗെയിൻ ഇൻസേർട്ട് എ ന്യൂ എലമെന്റ് വരുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി നമ്മുടെ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് സ്ഥലമില്ല.
മറ്റേ നോർമൽ ക്യൂബ് ആണെങ്കിൽ ആറ് എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ 5, 6 എന്ന് പറഞ്ഞാൽ n-5, n-1 ആണെന്ന് നോക്കും. n എന്ന് പറഞ്ഞാൽ 5, 5-1 എന്ന് 4 ആണ്. അപ്പൊ ആക്ച്വലി നോർമൽ ക്യൂബ് വെച്ചിട്ടാണെങ്കിൽ ഇത് കണ്ടീഷൻ ട്രൂ ആണ്, ഇത് ഫുൾ ആണ്. പക്ഷേ സർക്കുലാർ ക്യൂബിൽ നമ്മൾ ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ആക്ച്വലി നമ്മൾ എലമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ആറിന്റെ വാല്യൂ, റിയറിന്റെ വാല്യൂ +1, റിയറിന്റെ വാല്യൂ +1 എത്രയാ? റിയർ എന്ന് പറഞ്ഞാൽ 4 + 1 എത്രയാ? 5 മോഡുലസ് 5 ചെയ്ത് നോക്കുക. 5 മോഡുലസ് 5 ചെയ്യുന്ന ആ വാല്യൂ ഫ്രണ്ടിനെ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രണ്ടും ഇതും ഒരേ വാല്യൂവിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ആ ഇത് ഫുള്ളാണെന്നാണ് മീനിങ്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പൊ സപ്പോസ് ഞാൻ പറയുകയാണ്, ഇത് ഫ്രണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണെന്ന് വെച്ചോ. ഇവിടെയാണ് ഫ്രണ്ട് ഇൻഡെക്സ് 1-ലാണ് ഇരിക്കുന്നത്. അത് ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തപ്പം ആ ഫ്രണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. അപ്പൊ ഇത് ഡിലീറ്റ് ആയി പോയി എന്ന് വെച്ചോ, അസ്യൂം ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ 9 വരെ പ്ലേസ് ചെയ്തു. ഇനി എനിക്ക് ഇങ്ങോട്ട് സ്പേസ് ഇല്ല, ആക്ച്വലി ഒരു സ്പേസ് കിടക്കണം ബിഗിനിങ്ങിലാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലേക്കാണ് എനിക്ക് വാല്യൂ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മളെ ഇൻസേർട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫുൾ ആണെന്ന് നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ഫുൾ അല്ല, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഈ ഫുൾ കണ്ടീഷൻ ഫെയിലർ ആണ്. ഫെയിലർ ആണെങ്കിൽ ഉടനെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറയും. ഇൻസേർട്ട് ചെയ്യാൻ പറയും ഫ്രണ്ട് -1 നോക്കും, അല്ല റിയർ റിയർ +1. റിയർ എന്ന് പറഞ്ഞാൽ 4-ലാണ് നിൽക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പ്ലേസ് 9 ആണ്. 9ന്റെ ഇൻഡെക്സ് വാല്യൂ 4 ആണ്. 4-ലാണ് റിയർ നിൽക്കുന്നത്. 4+1 ഇവിടെ റിയർ +1, 4+1 മീൻസ് 5 മോഡുലസ് 5. അതാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. 5 മോഡുലസ് 5. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം. അതിന്റെ റിമൈൻഡർ എത്രയാണ്? 0. അറിയാലോ, ആ റിമൈൻഡർ 0 എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. ഇത് 0 ആയി മാറും. 5 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ 0. അതാണ് ആറിന്റെ നെക്സ്റ്റ് വാല്യൂ. അപ്പൊ 6 നേരെ ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇവിടേക്ക് പോരും, 0-ലേക്ക് വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ 6 നേരെ 0-ലേക്ക് വരുന്നു. ഇവിടെ ഞാൻ പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. സപ്പോസ് 6 ആണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ 6 ഇവിടെ വന്നു. മനസ്സിലായല്ലോ? വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഇതിനകത്ത് എല്ലാ ലൊക്കേഷൻസിലും വാല്യൂ ഉണ്ട്. ഇനി ഈ ഫുൾ കണ്ടീഷൻ നമ്മൾ നേരത്തെ ആണെങ്കിൽ n-1 ആണ് നോർമൽ ക്യൂവിൽ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ n-1 എന്ന് പറയുന്ന കണ്ടീഷൻ r n-1 എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല എന്നാണ് തന്നെ വരുന്നത്. പക്ഷെ ആക്ച്വലി ഈ സർക്കുലർ ക്യൂ ഈസ് ഫുൾ നൗ. അപ്പൊ ഈ ഫുൾ കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ചെക്ക് ചെയ്യുന്നത് റിയറിന്റെ കൂടെ റിയർ +1. റിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോയിന്റ് ചെയ്തിരിക്കുന്നത് 0-ലാണ്. 0 + 1 1, r+1. റിയർ +1, r = 0 ആണ്. 0 + 1 മീൻസ് 1. മോഡുലസ് 5, n എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 1 മോഡുലസ് 5. 1 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആൻസർ 1 മോഡുലസ് 5. ഈ ചെക്കിങ് ഇതാണ്. 1 ആ റിയർ 0 ആയതുകൊണ്ട് 0 + 1 1 മോഡുലസ് 5. അതാണ് ഈ ഇക്വേഷന്റെ ആൻസർ വരുന്നത്. 1 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 ആണ്. കാരണം 1/5 എന്നത് 0 ടൈം ആണ്. 0 ടൈംസ് ഡിവിഷൻ ഉള്ളൂ. അപ്പൊ ആ 1-നെ റിമൈൻഡർ ആക്കി മാറും. റിമൈൻഡർ ആയി, കാരണം ഡിവിഷൻ നടന്നില്ല. അപ്പൊ ആ 1 റിമൈൻഡർ ആണ്. ആ റിമൈൻഡർ ആണ് 1. അതായത് ഈ ഇക്വേഷന്റെ വാല്യൂ റിയർ +1 മോഡുലസ് n എന്ന് പറയുന്ന വാല്യൂ 1 ആയി മാറി. ആ വാല്യൂ തന്നെയാണോ ഫ്രണ്ടിലിരിക്കുന്ന, ഫ്രണ്ട് എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന പോയിന്റിലിരിക്കുന്ന വാല്യൂ. അതായത് ഫ്രണ്ട് റിയർ +1 മോഡുലസ് n. ഫ്രണ്ടിന്റെയും റിയർ +1 മോഡുലസ് n-ന്റെയും വാല്യൂ സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സെയിം ആണെങ്കിൽ സർക്കുലർ ക്യൂ ഈസ് ഫുൾ എന്നാണ് എൻ്റെ മീനിങ്. മനസ്സിലായോ? അപ്പൊ സപ്പോസ് ഇത് ഈ എഫ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരുന്നുവെങ്കിൽ, എഫ് ഇവിടെയാണ് ഇരുന്നത്, അപ്പൊ ഈ ആക്ച്വലി ഈ ലൊക്കേഷൻ വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ ഫുൾ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആർ എന്ന് പറഞ്ഞാൽ 0-ലാണ് പോയിന്റ് ചെയ്യുന്നത്, എഫ് എന്ന് പറഞ്ഞാൽ 2-ലാണ് പോയിന്റ് ചെയ്യുന്നത്. r +0 + 1 1 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ 1.
ആ 1 തന്നെയാണോ എഫിന്റെ വാല്യൂ നോക്കുമ്പോൾ അല്ല, എഫ് 2ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്, ഇത് ഫുൾ അല്ല. ആ സ്പേസിലേക്ക് നമ്മൾ വാല്യൂ ഇൻസെർട്ട് ചെയ്യുന്നു. വാല്യൂ ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വാല്യൂ ഇൻസെർട്ട് നമ്മൾ റിയർ റിയറിന്റെ കൂടെ റിയർ പ്ലസ് 1 വരുന്നു, മോഡുലസ് n എടുക്കുന്നു. 1 മോഡുലസ് 5 എടുക്കുമ്പോൾ ആൻസർ 1 തന്നെ വരുന്നു. ആ പൊസിഷനിലാണ് നമ്മൾ അടുത്ത വാല്യൂ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. സപ്പോസ് ഞാനിവിടെ കൊണ്ടുവന്ന് 8 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി. ആർ പ്ലസ് 1 പ്ലസ് 1 2 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ 2. ആ 2 തന്നെയാണോ 5ൽ ഇരിക്കുന്നത് നോക്കുക. ആണ്. അപ്പൊ വീണ്ടും ഈ ക്യൂ എം ഫുൾ ആണ്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ടു ചെക്ക് വെദർ ദ സർക്കുലർ ക്യൂ ഈസ് ഫുൾ ഓർ നോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷന് നമ്മൾ ഫുൾ എന്ന് പറയുന്ന ഇക്വേഷൻ സർക്കുലർ ക്യൂവില് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ് n ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ക്യൂവിൽ n-1 ആണെന്നാണ്, റിയർ ഇസ് ഈക്വൽ ടു n-1 എന്നാണ് നോക്കിയിരുന്നത്. പക്ഷെ സർക്കുലർ ക്യൂവിൽ റിയർ പ്ലസ് 1 മോഡുലസ് മാക്സിമം സൈസ് ഓഫ് ദ അറേ ഈസ് ഈക്വൽ ടു ഫ്രണ്ട് ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ മാത്രമേ അത് ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഫുൾ അല്ല. പിന്നെ നമ്മൾ നോർമലി റിയറിനെ ഈ നോർമൽ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 എന്നാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ് n ആണ് കൊടുക്കുന്നത്. കാരണം ഈ ലാസ്റ്റിൽ പോയിട്ട് അത് വീണ്ടും ബിഗിനിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ മോഡുലസ് ഓഫ് n കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ നിൽക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ സപ്പോസ് റിയർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ 4 പ്ലസ് 1 5 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ 0 ആണ്. അത് തിരിച്ച് വീണ്ടും ബിഗിനിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇൻസെർട്ട് ഓപ്പറേഷൻ ഓഫ് ദ ക്യൂ, സർക്കുലർ ക്യൂ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡിലീഷൻ, ഡി ക്യൂ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ക്യൂ എം ടി ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. നോർമൽ ക്യൂവിൽ വല്ല തന്നെ എം ടി ആണോ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എം ടി ആണോ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ എഫിന്റെ വാല്യൂ -1 മാത്രമേ എം ടി ഉള്ളൂ. അപ്പൊ എഫ് മൈനസ് ഫ്രണ്ട് -1 ആണെന്ന് നോക്കും. ആണെങ്കിൽ എം ടി എന്ന് പറയും ആ ക്യൂവിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല എങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ -1 അല്ല എങ്കിൽ ആ ക്യൂവില് എലമെന്റ്സ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. സോ വി ക്യാൻ ഡിലീറ്റ് ആൻ എലമെന്റ് ഫ്രം ദ ക്യൂ. അപ്പൊ ഇവിടെ നമ്മൾ സർക്കുലർ ക്യൂവിൽ നിന്ന് എങ്ങനെയാണ് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നത്? അപ്പൊ എം ടി കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ ആ ഈ ഫ്രണ്ട് എവിടെയാണോ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് 2ലാണ്. 2 എന്ന് പറയുന്ന ലൊക്കേഷൻ, ഇൻഡെക്സ് ലൊക്കേഷൻ നിൽക്കുന്ന വാല്യൂ 7 ആണ്. ആ 7 അങ്ങ് പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ നോർമൽ ക്യൂവിലാണെങ്കിൽ ഫ്രണ്ടിനെ നമ്മൾ അങ്ങ് അഡ്വാൻസ് ചെയ്ത് ഇവിടെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിനെ അങ്ങ് അഡ്വാൻസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഫ്രണ്ടിനെ അഡ്വാൻസ് ചെയ്യാം. അത് ഏതുവരെ ചെയ്യാം? ഇവിടം വരെ ചെയ്യാം. ഇവിടം വരെ നമ്മൾ ഫ്രണ്ടിനെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവരാം. കാരണം ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി. ഇനി ഈ 9 നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. 9 ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട് -1 ആണെന്ന് നോക്കുക. അല്ല, ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്ന 4ലാണ്. ഈ കണ്ടീഷൻ, ഈ എം ടി കണ്ടീഷൻ ഫെയിൽ ആവുന്നു. എഫിനെ പ്രിന്റ് ചെയ്യുന്നു, എഫ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ടിനെ പ്ലേസ് ചെയ്യുന്നത്, ഫ്രണ്ട് ചുമ്മാ ഇൻക്രിമെന്റ് അല്ല ചെയ്യേണ്ടത്, ഫ്രണ്ടിനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം. കാരണം ഇത് സർക്കിളാണ്. അപ്പൊ ഇതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്, ഇപ്പൊ നിൽക്കുന്ന ഫ്രണ്ട് വാല്യൂ +1, അതായത് 4 + 1, അതായത് 4 + 1 എത്രയായി? 5. 5 മോഡുലസ് n. 5 മോഡുലസ് n മീൻസ് 5. 5 മോഡുലസ് 5 ആൻസർ എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ റിമൈൻഡർ 0 ആണ്. അപ്പൊ 5 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ്. ആ റിമൈൻഡർ ആണ് നമ്മളുടെ ഫ്രണ്ടിൽ വെക്കുന്നത്. അപ്പൊ 5 ഫ്രണ്ട് +1 എന്ന് പറഞ്ഞാൽ 4 + 1 5 മോഡുലസ് 5. ഫ്രണ്ട് +1 മോഡുലസ് 5, അതായത് 5 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ 0. അത് നേരെ ഫ്രണ്ട് ഇവിടേക്ക് എത്തും. മനസ്സിലായില്ലേ? ഫ്രണ്ട് അവിടേക്ക് എത്തും. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ 6ഉം 8ഉം ഉള്ളൂ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ 6ഉം 8ഉം ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ 6ഉം കൂടെ ഡിലീറ്റ് ചെയ്യണം. 6 ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് -1ലാണെന്ന് നോക്കുക. അല്ല, അല്ലെങ്കിൽ
നമ്മൾ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് ഈ എലമെന്റിനെ ഞാൻ കളയുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്യുന്ന എലമെന്റ് അങ്ങ് പ്രിന്റ് ചെയ്യാണ്. ഇനി ഫ്രണ്ടിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഫ്രണ്ടിൽ ഇപ്പോൾ 0 അല്ല. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 മോഡുലസ് 5. ഫ്രണ്ട് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ 1 തന്നെയാണ്. അപ്പൊ എഫ് ഇവിടെ വന്നു. മനസ്സിലായല്ലോ? അപ്പം എഫും ആറും ഒരേ പോയിന്റിൽ എത്തി. അപ്പൊ ഒരു എലമെന്റേ ഉള്ളൂ ഇനി മീൻ. ഇവിടെ ഒരു എലമെന്റേ ഉള്ളൂ. ഈ എലമെന്റ് നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യണം വെച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എഫ് -1 ആണെന്ന് നോക്കും. എം ടി ആണോ നോക്കും? ആദ്യം ഇല്ല. എഫ് -1 ആണെന്ന് നോക്കും. അല്ല. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈ ഇരിക്കുന്ന എഫിന്റെ പൊസിഷൻ ഇരിക്കുന്ന വാല്യൂവിനെ അങ്ങ് പ്രിന്റ് ചെയ്യും. അതങ്ങ് പ്രിന്റ് ചെയ്യും. ദെൻ ഇനി ചെയ്യേണ്ട ഓപ്പറേഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് 1. എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് 1 ചെയ്യുന്നതിന് മുന്നേ, അതായത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 മോഡുലസ് എൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യും. എഫ് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫും റിയറും ഒരേ പോയിന്റിലാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത് എലമെന്റ് പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന കണ്ടീഷൻ എഫും ആറും സെയിം പൊസിഷനിലാണോ എന്ന് നോക്കും. അല്ലെങ്കിൽ മാത്രമേ എഫിനെ നമ്മൾ അഡ്വാൻസ് ചെയ്യുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫും ആറും ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിൽ നിൽക്കുകയാണ്. ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എഫ് ഫ്രണ്ടിനെയും റിയറിനെയും -1ലേക്ക് കൊണ്ടുവരിക. അതായത് ഇവിടെ ഇരിക്കുന്ന എഫും ഇവിടെ ഇരിക്കുന്ന ആറും നേരെ -1ൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിഗിനിങ്ങിൽ എന്താണോ ഇരുന്നത്, നമ്മൾ ബിഗിനിങ്ങിൽ എന്താണോ ഇരുന്നത് ആ കണ്ടീഷനിലേക്ക് എത്തി. അതായത് ഇപ്പം അറ്റ് പ്രസന്റ് ദ സർക്കുലർ ക്യൂ ഈസ് എംപ്റ്റി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സർക്കുലർ ക്യൂവിൽ നിന്ന് എലമെന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് -1 എഫ് ഇസ് ഈക്വൽ ടു -1 ആണ്. എഫിനെ നമ്മൾ നോർമലി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആക്കി വെക്കുന്നു. എഫ് ഇവിടെ വരുന്നു. ദെൻ ആറിന്റെ r+1 മോഡുലസ് n ചെയ്യുന്നു. r+1 മോഡുലസ് r+1 എന്ന് പറഞ്ഞാൽ -1 + 1 0 0 മോഡുലസ് 5 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആറും നേരെ ഇവിടേക്ക് വരും. ആ പൊസിഷനിൽ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇൻസെർട്ട് ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് ദ procedure to follow during NQ and DQ operations performed. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ സർക്കുലർ ക്യൂവിൽ മറ്റേ നോർമൽ ക്യൂവിൽ അതുപോലെ തന്നെയാണ് ഈസ് ഫുള്ള്, ഈസ് എം ഡി, പീക്ക്, ഡിസ്പ്ലേ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് കൂടെ ചെയ്യാം. ഇപ്പൊ ഈസ് ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈസ് ഫുൾ ചെക്ക് ചെയ്യുന്നത്. ഈസ് ഫുൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ് എൻ. അതാണ് ഫ്രണ്ടും റിയർ പ്ലസ് 1ന്റെ മോഡുലസ് ഓഫ് എൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഫ്രണ്ട് സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സർക്കുലർ ക്യൂ ഈസ് ഫുള്ള്. കാരണം ഇവിടെ നമ്മൾ സർക്കിൾ ഫോമിലാണ് ചെയ്യുന്നത്. മറ്റേലെന്ന് പറഞ്ഞാൽ നമ്മൾ റിയർ ഇസ് ഈക്വൽ ടു n-1 ആണെങ്കിൽ അത് നമ്മൾ ഫുൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ റിയർ പ്ലസ് 1 മോഡുലസ് n ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് ആരെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസറും ഫ്രണ്ടിന്റെ ഇൻഡെക്സ് വാല്യൂ സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സർക്കുലർ ക്യൂ ഈസ് ഫുൾ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഇഫ് സോ the function will return the value 1, otherwise it will return 0. അതാണ് ഈസ് ഫുൾ. ദെൻ ഈസ് എം ടി. ഈസ് എം ടി കണ്ടീഷൻ സിമ്പിൾ ആണ്. ഫ്രണ്ടിന്റെ വാല്യൂ -1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ it will return 1, otherwise it will return 0. These are two functions. Okay, the is full condition will return 1 if rear plus 1 modulus n is equal to front. Otherwise the function will return 0. Isempty function will return 1 if front is equal to -1. Otherwise it will return 0. These are the two conditions to check is full and is empty. Then the next is peak. Similar to normal queue, the peak function will return the element at the index position rear. Rear position, rear എന്ന് പറയുന്ന പോയിന്റ് ചെയ്തിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന വാല്യൂവിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് പീക്ക്. ദാറ്റ് ഈസ് സിമിലർ ടു നോർമൽ Q. Peak ചെയ്യുമ്പോൾ check whether the Q is
empty or not. That is the peak function. Then the next is display. Display is normal to ordinary queue, but the difference is ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് എവിടെ നിന്നാണോ അവിടെ മുതൽ റിയർ വരെ ചെയ്യണം. അപ്പോൾ സപ്പോസ് ഫ്രണ്ട് ഇവിടെയാണ് നിന്നതെങ്കിൽ നമ്മൾ പോകേണ്ടത് റിയർ വരെയുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഫ്രണ്ട് നിന്ന് ഇവിടെയാണ്. ഞാനിവിടെ 5 2 9 3 ഇങ്ങനെയാണ് ഇരിക്കുക. ഈ വാല്യൂ ഈ ഇൻഡെക്സിൽ വാല്യൂ ഇല്ല. അപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന 2-ലും റിയർ ഇരിക്കുന്ന 0-ലും. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ 5 2 9 3 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി റിയറിൽ അവസാനിക്കുന്ന 3 എലമെന്റ്സ് പ്രിന്റ് ചെയ്യാന്നാണ് അതിന് മീനിങ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടർ വേരിയബിളിനെ ഈ ഫ്രണ്ടിന്റെ ഇൻഡെക്സ് പൊസിഷനിലേക്ക് വെക്കുന്നു, അതായത് 2-ലേക്ക് വെക്കുന്നു. ദെൻ അടുത്ത് ചെക്ക് ചെയ്യുന്നത് ഈ കൗണ്ടർ വേരിയബിൾ റിയറിന്റെ വാല്യൂയിൽ എത്തിയെന്ന് നോക്കും. കാരണം റിയർ 0-ലാണ് ഇരിക്കുന്നത്, ഇത് 2-ലും അല്ല എങ്കിൽ ആ ഇരിക്കുന്ന വാല്യൂവിന്റെ ആ ഇൻഡെക്സ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. ദെൻ ഇൻക്രിമെന്റ് the counter variable. Counter variable here is I plus 1 modulus n. I plus 1 I is initially 2, 2 plus 1 3, 3 modulus 5 means 3. അപ്പോൾ I നേരെ 3-ലേക്ക് പോകുന്നു, then I 4-ലേക്ക് പോകുന്നു. Then what next? For this is the condition to increment the value of I. The 4 plus I is 4, 4 plus 1 5, 5 modulus n is 5, 5 modulus 5 means answer is 0. 5 divided by 5 is 1 time and the remainder is 0. That is the 0 is the answer, final answer. So I is 0. Then the I will move to the beginning of the index. Then check print the value. Similarly, from F to R, all the elements in the queue will be displayed. That is the display function. These are the operations to be performed in the circular queue. This is the difference between normal queue and circular queue. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ അൽഗോരിതം. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇത് മനസ്സിലാക്കണം. ഒരിക്കലും ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. നോർമൽ ക്യൂവും സർക്കുലർ ക്യൂവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ചെയ്യാം. പേര് സർക്കുലർ ക്യൂ ഡോട്ട് സി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്, ഫയലിന്റെ പേര്. നമുക്ക് ഇതിനകത്ത് വേറൊന്നുമില്ല. stdio.h മാത്രമേ ഹെഡർ ഉള്ളൂ. മെയിൻ എഴുതാം. നമുക്കറിയാം ഇതിനകത്ത് അറേ ആണ്, ഇൻഡിജർ അറേ. CQ സർക്കുലർ ക്യൂവിന് ഞാൻ CQ എന്നാണ് എടുത്തത്. അപ്പൊ ഇതിനെ നമുക്ക് അതിന്റെ ലിമിറ്റ് ആദ്യം ചോദിക്കാം. ഇന്നർ സൈസ് ഒന്നുകിൽ ഇത് സൈസ് നമ്മൾ റീഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ മാക്രോ ഡെഫിനിഷൻ വെച്ചിട്ട് സൈസ് നമ്മൾ കൊടുക്കുക. നമ്മൾ ഹാഷ് ഡിഫൈൻ വെച്ചിട്ട് സൈസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സൈസ് കീബോർഡിൽ നിന്ന് സ്കാൻ ചെയ്യുക. ഞാൻ സൈസ് സ്കാൻ ചെയ്യാണ്. ഇൻറ്റ് n ആണ് ഇതിൻ്റെ സൈസ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നെ സ്കാൻ ചെയ്യാണ്. അത്രയും സൈസ് ഉള്ളൊരു അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഇൻറ്റിജർ അറേ.
നമുക്ക് വേരിയബിൾസ് വേണമെങ്കിൽ അതിന് പുറകെ വരാം. ഇനി നമുക്ക് വേണ്ടത് മെനു ഡിസ്പ്ലേ ചെയ്യാൻ. മെനു എഴുതാൻ നേരത്തെ എപ്പോഴും ഡു വൈൽ ലൂപ്പ് എഴുതാം. ഡു വൈൽ NQ to DQ three peak for display 5 exit. These are the menu operations. Then put a message, enter your choice. Then scan the choice, scanf percentage d. ചോയ്സ് റെഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ വേണം. ഞാൻ CH എന്ന വേരിയബിൾ ഉപയോഗിക്കുകയാണ്. CH ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെനു ആണ്. മെനു ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അതിന് സ്വിച്ച് കേസ് എടുക്കുന്നു. സ്വിച്ച് കേസോ നമുക്ക് ഇഫോ എൽസിഫോ ഏത് വേണം ഉപയോഗിക്കാം. നമുക്ക് സ്വിച്ച് കേസ് എടുത്തതേ ഉള്ളൂ. കേസ് 1 ആണെങ്കിൽ NQ ആണ്. NQ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുവാണ്, ക്യൂ ഈസ് NQയിൽ ആദ്യം ചെയ്യേണ്ടത് ക്യൂ ഈസ് ഫുൾ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഈ കണ്ടീഷന് നമ്മൾ ക്യൂവിന് രണ്ട് വേരിയബിളൂടെ വേണം. നമുക്കറിയാം ഫ്രണ്ട് റിയർ. എഫ് ഇസ് ഈക്വൽ ടു -1 ഇനിഷ്യലി ആർ ഇസ് ഈക്വൽ ടു -1. രണ്ട് സെറ്റ് ചെയ്തു. എഫും ആറും ഫ്രണ്ടും റിയർ. ഞങ്ങൾ ഫ്രണ്ടും റിയർ എന്ന് കൊടുത്താലും മതി. ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടി എഫ് ആർ എന്ന് കൊടുത്തതേ ഉള്ളൂ. എഫ് ഇസ് ഈക്വൽ ടു -1, ആർ ഇസ് ഈക്വൽ ടു -1. ഇനിഷ്യൽ രണ്ടും -1ലേക്ക് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് അത് ഫുൾ ആണോ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇഫ് എഫ് ഈക്വൽ ടു r+1 മോഡുലസ് നമ്മളെ സൈസ് n. ഇഫ് എഫ് ഈക്വൽ ടു r+1 മോഡുലസ് n ആണെങ്കിൽ ദ ക്യൂ ഈസ് ഫുൾ ആണ്. ആണെങ്കിൽ കണ്ടീഷൻ 2 ആണെങ്കിൽ printf circular queue is full or queue is overflow എന്നോ ഏതെങ്കിലും കൊടുക്കുക. എൽസിൽ നമ്മൾ ഇൻസർട്ട് ഫംഗ്ഷൻ ഇവിടെയാണ് നമ്മൾ നമുക്ക് ഒരു നമ്പർ റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് നമ്പർ ഡിക്ലെയർ ചെയ്യുന്നു. അതിനെ നമ്മൾ സ്കാൻ ചെയ്യുന്നു. printf enter number NQ. അതോട്ട് ഇൻസർട്ട് ചെയ്യാനുള്ള നമ്പർ എൻ്റർ ചെയ്യാൻ നമ്പർ സ്കാനർ %d ആമ്പർസാൻഡ് നമ്പർ റീഡ് ചെയ്തു. നമ്പർ റീഡ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത് ചെക്ക് ചെയ്യണമെന്നാണ് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഇഫ് എഫ് ഈക്വൽ ടു -1 ആണെങ്കിൽ എഫ് ഇനിഷ്യലി അതാണ് നമ്മളെ ഈ കണ്ടീഷൻ. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫുൾ അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇനി നമ്മൾ ഇൻസേർഷൻ ആണ്, ഫുൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പം നമ്പർ റീഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ടത് എഫ് ഇനിഷ്യലി -1 ആണോ എന്നാണ്. എഫിന്റെ വാല്യൂ ഇപ്പം -1 ആണെങ്കിൽ എഫിനെ അങ്ങ് 0 ആക്കുക. എഫ് ക്യാപിറ്റൽ എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു 0. capital F is equal to 0. Okay, then else
ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിലും കണ്ടിന്യൂഷൻ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ്, ഇതാണ് കണ്ടീഷൻ. റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡുലസ് എൻ. ആ പൊസിഷനിലേക്ക് റിയറിനെ ഇൻക്രിമെന്റ് ചെയ്ത് വയ്ക്കുക. ദെൻ ഇൻസേർട്ട് ദ വാല്യൂ ടു ദ ലൊക്കേഷൻ റിയർ. നമ്മൾ സി ക്യൂവിന് റിയറിനകത്തോട്ട് വാല്യൂവിനെ അസൈൻ ചെയ്യുക. മനസ്സിലായി? നമ്പറിന് അസൈൻ ചെയ്യും. വാല്യൂ അതിനകത്ത് വന്നു. ഇതാണ് എൻ ക്യൂ. ഇനി ബ്രേക്ക് ഇടുക. ഇനി അടുത്ത കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ആണ്. ഡി ക്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുൾ എം ടി ആണോ നോക്കുക. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ എം ടി ആണ്. Q is empty. അല്ലെങ്കിൽ നമുക്ക് എലമെന്റ് ഉണ്ട്, അതിനെ ആദ്യം പ്രിന്റ് ചെയ്യാം. അതായത് ഫ്രണ്ടിലിരിക്കുന്ന എലമെന്റിനെ അങ്ങ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് dq എലമെന്റ്. dq ഏത് എലമെന്റ് എന്ന് വെച്ചാൽ പെർസെന്റേജ് ഡി കോമ cq ഫ്രണ്ട് എലമെന്റ് അങ്ങ് പ്രിന്റ് ചെയ്തു. പ്രിന്റ് ദ എലമെന്റ് അറ്റ് ദ ഫ്രണ്ട് പ്രിന്റ് ചെയ്തു. ഇനി ഫ്രണ്ടിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടും റിയറും സെയിം ആണെന്ന് നോക്കുക. ലാസ്റ്റ് എലമെന്റ് ഒറ്റ എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെയാണ് പ്രിന്റ് ചെയ്യണമെന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ് നോക്കണം. ഈ എഫ് ഇസ് ഈക്വൽ ടു ആർ, ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിലാണെങ്കിൽ ചെയ്യേണ്ടത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ ഇസ് ഈക്വൽ ടു -1 പ്ലേസ് ചെയ്യാം. അല്ല എങ്കിൽ എൽസ് ആണെങ്കിൽ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ ഇസ് ഈക്വൽ ടു -1 പ്ലേസ് ചെയ്യാം. അല്ല എങ്കിൽ ഫ്രണ്ടിനെ നമ്മൾ ഫ്രണ്ട് പ്ലസ് 1 മോഡുലസ് n ചെയ്യുക. എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് 1 മോഡുലസ് n. അതാണ് ഫ്രണ്ടിന്റെ ന്യൂ വാല്യൂ. ഇത്രയാണ് ഡി ക്യൂല് ചെയ്യാനുള്ളത്. ദെൻ ബ്രേക്ക്. ദെൻ കേസ് 3. ഇവിടെ നമ്മൾ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പീക്ക് പ്രിന്റ് ചെയ്യാനാണ്. ഇഫ് എഫ് ഈക്വൽ ടു -1 എം ടി ആണെങ്കിൽ is empty. Else print ചെയ്യുക. print of seek element percentage d front അല്ല റിയറിലിരിക്കുന്ന എലമെന്റ് പ്രിന്റ്. ബ്രേക്ക്. കേസ് 4. നമുക്ക് പ്രിന്റ് ഡിസ്പ്ലേ ആണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇഫ് -1 എം ടി ആണോ നോക്കുക. പ്രിന്റ് ഓഫ് is empty.
എൽസ് എം ടി അല്ലെങ്കിൽ നമുക്കിനി 1/1 ആയിട്ട് പ്രിന്റ് ചെയ്യണം. പിന്നെ ഞാനൊരു ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അൽഗോരിതത്തിൽ പറയുമ്പോൾ ഐ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമ്മൾ ഫ്രണ്ടിനെ അസൈൻ ചെയ്യുന്നു. ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു എഫ്, ദെൻ വൈൽ ഐ നോട്ട് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, നോട്ട് ഈക്വൽ ടു. കാരണം ലെസ് ദാൻ പറയാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ റിയർ ഐയെക്കാളും ചെറുതായി പോകും. അപ്പോൾ അതുകൊണ്ട് ലെസ് ദാൻ എന്ന് പറയാൻ പറ്റില്ല. ഐ നോട്ട് ഈക്വൽ ടു റിയർ. അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് പെർസെന്റേജ് ഡി ഓഫ് ഐ പ്രിന്റ് ചെയ്തു. ദെൻ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 മോഡുലസ് എൻ. n is smaller. This is the display function. Then break. ഇത്രയേ ഉള്ളൂ. സ്വിച്ച് അവിടെ കഴിഞ്ഞു. വൈൽ ലൂപ്പ് ch not equal to 6 അല്ല 5 ആണ് എക്സിറ്റ്. ക്ലോസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സ്മോളർ ട്രൈ എഫ് എസ് എന്നുള്ള ക്യാപിറ്റലാണ് അതിൻ്റെ ലൈൻ നമ്പർ 15 ക്യാപിറ്റൽ എഫ് ആർ. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്തുള്ള സാമ്പിൾ ഡാറ്റ ഇൻസർട്ട് ചെയ്ത് നോക്കാം. 35729 എന്ന് എടുക്കാം. എൻ്റെ സൈസ് 5 കൊടുത്തു. ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കൺട്രോൾ C വെച്ച് വൈലെന്നായി. ഇത് പ്രിന്റ് ആണ്. സൈസ് 5 മെനു ഡിസ്പ്ലേ ചെയ്തു. NQ ആദ്യം ചെയ്യുന്നു, 3 ഇൻസർട്ട് ചെയ്യുന്നു. വീണ്ടും NQ 5 ഇൻസർട്ട് ചെയ്യുന്നു. വീണ്ടും NQ ചെയ്യുന്നു 7, NQ 2 9. വീണ്ടും NQ ചെയ്യണം. സർക്കുലർ ക്യൂ ഈസ് ഫുൾ എന്ന് വന്നു. അപ്പോൾ നമ്മൾ എലമെന്റ് എല്ലാം ഇൻസർട്ട് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. 35729 പോയല്ലോ. അതൊന്നും നോക്കാം കേട്ടോ. 5
അതിൽ I is equal to എന്ത്, ആ കണ്ടീഷനിൽ എലമെന്റ് ഉണ്ട് അതിനകത്ത്. നമ്മൾ കണ്ടീഷനിൽ എലമെന്റ് ഉള്ളതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത് I. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതുക. അപ്പം അതിൽ വാല്യൂ ഉണ്ട്. %d \n 5 1 3 1 5 1 7 1 2 1 9 ഫുള്ളായി. ഇനി ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, 35729 35729. ഇനി ഞാൻ ഇതിനകത്ത് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ 3 ആയിരിക്കും വെളിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ 2 എടുക്കുമ്പോൾ 3 പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഡിലീറ്റ് എലമെന്റ് ഈസ് 3, ഡീകോഡ് എലമെന്റ് ഈസ് 3. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 3 കാണത്തില്ല. അല്ലേ, 5729 എന്നായി. ഓക്കെ, ഇനി ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാൻ. അപ്പം പോകേണ്ടത് 5 ആണ്. ഓക്കെ, 5 പോയി. ഇനി ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. 729. ഇനി ഞാൻ രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്യാൻ. ഒന്ന് 10ഉം വീണ്ടും 11 കൂടെ ഇൻസേർട്ട് ചെയ്യാൻ. വീണ്ടും നോക്കുമ്പോൾ ഫുള്ളാണ്. ഇപ്പൊ 10 ഇവിടെ വന്ന് കാണും, 11 ഇവിടെ വന്ന് കാണും. നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പൊ 729 10 11 എന്നായിരിക്കും വരുന്നത്. കണ്ടില്ലേ, 729 10 11. അല്ലാതെ നമ്മൾ ഇങ്ങനെയല്ല, ഇവിടെ നിന്നല്ല വരുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ഫ്രണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ച് കറങ്ങി ഇവിടെ വരുന്നതാണ് സർക്കുലർ. 729. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. ഇനിയിപ്പോ പീക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും റിയർ എവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റിയർ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. 11 ആയിരിക്കും പീക്ക്. നമുക്ക് നോക്കാം. പീക്ക് എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, 11. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കുലർ ക്യൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഇതാണ് പ്രോഗ്രാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക. അൽഗോരിതം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കരുത്. ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ടെക്നിക്ക് ഉപയോഗിച്ച്, നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അൽഗോരിതം മാത്രം നോക്കുക. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ അൽഗോരിതം കാണും. ഈ അൽഗോരിതം വെച്ചിട്ട് അതുപോലെ അങ്ങ് ചെയ്യുക. സ്റ്റെപ്പ് മാത്രം, ഈ അൽഗോരിതം മാത്രം പഠിക്കുക. എന്നിട്ട് പ്രോഗ്രാം നിങ്ങൾ പ്രോഗ്രാമിന്റെ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെന്റ് കാണാം. ടിൽ ദെൻ ബൈ.